ഹലോ ഓൾ. എൻ്റെ പേര് എലിസബത്ത് എന്നാണ്. ഞാൻ ജനവൻ അക്കാഡമിയിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് പി ടിയുടെ ട്രെയിനിങ് എടുക്കുന്നത് കേട്ടോ, ജെനീറ്റയുടെ അടുത്തുനിന്ന്. ഞാൻ ആദ്യമായിട്ട് എനിക്ക് പി ടിയെക്കുറിച്ചൊന്നും അറിയണ്ടായിരുന്നില്ല, ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ജെനീറ്റയുടെ ഒരു വീഡിയോ കണ്ടു യൂട്യൂബിൽ. അപ്പോൾ അതെനിക്ക് എൻ്റെ ഒരു ലെവലിൽ നിന്നിട്ട് എനിക്കൊരാൾ പറഞ്ഞു തരുന്ന പോലെ എനിക്ക് തോന്നി. അത്രയും നന്നായിട്ട് മനസ്സിലാവുന്ന പോലെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ജെനീറ്റയുടെ ട്രെയിനിങ് എടുത്തു. ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയി, ആ ഒരു ടൈം കഴിഞ്ഞു. പക്ഷേ നല്ല ഫാസ്റ്റായിട്ട് ഈവൻ നമുക്കത് സിസ്റ്റം ആക്സസ് ചെയ്യുമ്പോഴാണെങ്കിലും സ്ക്രീൻ ഷെയറിങ് നമുക്ക് ഓരോന്നും വേറെ വേറെ നമുക്ക് വേറെ ഓരോ പ്ലാറ്റ്ഫോംസൊക്കെ എടുത്ത് അതിനകത്തേയും കൂടെ കമ്പയർ ചെയ്ത് നോക്കാനൊക്കെയുള്ളതൊക്കെ പെട്ടെന്ന് ജെനീറ്റ് എല്ലാം പറഞ്ഞു തരും. ഡൗട്ടില്ല, അതിനെക്കുറിച്ച് നല്ല എക്സ്പേർട്ടാണ് ആൾ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കങ്ങനെ തോന്നി. പിന്നെ നന്നായിട്ട് എനിക്കത് ട്രെയിൻ ചെയ്ത് തന്നു, പഠിപ്പിച്ചു തന്നു. പിന്നെ ഞാൻ എക്സാം കൊടുത്തു. പിന്നെ എനിക്ക് പക്ഷേ പറഞ്ഞ പോലെ ഞാൻ എനിക്ക് കുറച്ച് നല്ല സ്കോർ വേണമായിരുന്നു. അപ്പോൾ ആ ഒരു സ്കോറിൽ എനിക്കൊരു മോഡ്യൂൾ കിട്ടിയില്ല. അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ഈവൻ കോഴ്സ് കഴിഞ്ഞാലും ജെനീറ്റ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് വേറെ കുറേ ഇങ്ങനെ യൂട്യൂബിൽ പല വീഡിയോസൊക്കെ ഓരോരുത്തരുടെ കണ്ടിട്ട് അവരുടെയൊക്കെ ഇതിങ്ങനെ ഭയങ്കര ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഓരോരുത്തരുടെയൊക്കെ ഇതൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ അതിലൊന്ന് നോക്കിയാലോ എന്നൊക്കെ വെച്ച് ഞാൻ പോയി കൂടിയെങ്കിലും എനിക്ക് ഈ ഒരു ജെനീറ്റയുടെ അടുത്ത് നിന്ന് കൂടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊക്കെ ഈ ഒരു ഷോ ഓഫ് മാത്രമേ ഉള്ളൂ. ഈ വീഡിയോയ്ക്കകത്തൊക്കെ ഇവരൊക്കെ കാണിക്കുകയും പറയും എല്ലാവർക്കും 90/90 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 100 എഴുതി കഴിയുന്നവരിലായിരിക്കും ഒരാൾക്കോ രണ്ടാൾക്കോ കിട്ടുന്ന 90/90 മാത്രം അവർ ഫോക്കസ് ചെയ്യുന്നു. കുറഞ്ഞ ഒരു ലെവലിലുള്ള അല്ലെങ്കിൽ ഒരു ആവറേജ് ലെവലുള്ള ആൾക്കാരുടെ കാര്യങ്ങളിലേക്കൊന്നും അവർ വരുന്നില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ ജെനീറ്റ എനിക്ക് ഡിഫറൻസ് ആയിട്ട് തോന്നി. ഒത്തിരി എനിക്ക് പിന്നെ ഞാൻ വീണ്ടും എനിക്കപ്പോൾ അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അത് എത്ര ഡിഫറെൻ്റാണ് ജെനീറ്റയുടെ ഒരു ക്ലാസ്സും കാര്യങ്ങളും. അതിനോളം നമ്മുടെ ഒരു ലെവലിലുള്ള ഒരാളെ നമുക്ക് നമ്മുടെ ലെവലിൽ നിന്ന് നമ്മളെ മനസ്സിലാക്കി പഠിപ്പിച്ചു തരുന്ന ഒരാളുടെ അടുത്ത് പോയിട്ടേ കാര്യമുള്ളൂ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ കോഴ്സൊന്നും എടുത്തില്ല, പക്ഷേ ഞാൻ എൻ്റെ എനിക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ജെനീറ്റ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പഠിച്ചു ചെയ്തു. എപ്പോഴും എനിക്ക് എന്ത് സംശയം വന്നാലും ഈവൻ ദോ ഞാൻ ജെനീറ്റയുടെ സ്റ്റുഡൻ്റ് അല്ലായിരുന്ന സമയത്തും ഞാൻ മെസ്സേജ് അയക്കുമ്പോഴെല്ലാം ഒരു ഹെസിറ്റേഷനും ഇല്ല. അത് ആരും ചെയ്യില്ല, അത് ഒരാളും ചെയ്യില്ല, ഒരാളും ചെയ്യില്ല അതെനിക്ക് ഉറപ്പുണ്ട്. ഞാനതിന് എക്സ്പീരിയൻസും കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ജെനീറ്റ അതിനെല്ലാം എനിക്ക് റിപ്ലൈ ചെയ്യുമായിരുന്നു, എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തരുമായിരുന്നു, നമ്മൾ ഫോളോ ചെയ്യുമായിരുന്നു. നമുക്ക് നമ്മുടെ ആ ഒരു നമ്മൾ ഉദ്ദേശിച്ച സ്കോർ നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞോ എന്നൊക്കെ ഉള്ളതൊക്കെ നന്നായിട്ട് നമ്മളോട് എൻക്വയറി ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്ക് ആഫ്റ്റർ രജിസ്ട്രേഷൻ കിട്ടുന്നവരെയും എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ജെനീറ്റയോടായിരുന്നു. എനിക്ക് ഒരു ആഗ്രഹിച്ച സ്കോറിൻ്റെ എപ്പോഴും ഒരു സ്കോറിൽ എനിക്ക് കുറഞ്ഞപ്പോഴത്തേക്കിനും ഒരു മാർക്കിന് എനിക്കത് കുറഞ്ഞപ്പോഴത്തേക്കും ജെനീറ്റയാണ് എന്നോട് പറഞ്ഞ് റീവാലുവേഷൻ കൊടുക്കാനായിട്ട്. എനിക്കതിനകത്ത് വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം എനിക്കിപ്പോഴും സ്പീക്കിങ്ങിന് നല്ല സ്കോർ കിട്ടുന്നുണ്ടായിരുന്നു. റീഡിങ്ങിനായിരുന്നു എപ്പോഴും സ്കോർ കുറയുന്നത്. അപ്പോൾ റീഡിങ്ങിന് സ്കോർ കിട്ടുമെന്ന് എനിക്കങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ജെനീറ്റ പറഞ്ഞ ഒരൊറ്റ വാക്കിട്ട് ഇനി റിവാലുവേഷൻ ഉണ്ടെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. ജെനീറ്റ പറയുന്നത് കേട്ടിട്ട് നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ റീവാലുവേഷന് കൊടുത്തു. അതിനെനിക്ക് $160 ഞാൻ പേ ചെയ്ത റീവാലുവേഷന് കൊടുത്തു. എനിക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് റിസൾട്ട് വന്നു. എൻ്റെ എല്ലാ സ്കോറിലും നല്ല മാറ്റം ഉണ്ടായി. റീഡിങ്ങിനും ഞാൻ ആഗ്രഹിച്ച സ്കോർ എനിക്ക് കിട്ടി. എനിക്ക് മറ്റുള്ളതിലെല്ലാം എനിക്ക് ഡിഫറൻസ് ഉണ്ടായി. എല്ലാം നല്ല പോസിറ്റീവായിട്ട് എനിക്ക് സ്കോർ കൂടുതൽ കിട്ടി കേട്ടോ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അതും പറയുക, ആരെങ്കിലും അങ്ങനെ 1-2 മാർക്കിനൊക്കെ ഇങ്ങനെ ഡൗട്ടായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ റീസ്കോറിങ്ങിന് കൊടുത്തോളുക. ശരിക്കും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ഞാനങ്ങനെ എനിക്ക് 1-2 പ്രാവശ്യം അങ്ങനെ നോക്കിയിട്ട് കിട്ടാഞ്ഞപ്പോൾ ഞാൻ വീണ്ടും എഴുതാം എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ജെനീറ്റ എന്നോട് പറയുന്നത്. കാരണം മറ്റുള്ളതിനൊക്കെ നല്ല സ്കോറുണ്ട്, ബാക്കി റീഡിങ് ഒഴികെ ബാക്കിയുള്ളതിനൊക്കെ നല്ല സ്കോർ കിട്ടുമ്പം ഈ ഒരെണ്ണത്തിന് കുറയുമ്പോൾ ഒന്ന് കൊടുത്തു നോക്കാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് എല്ലാത്തിനും നല്ല സ്കോർ കിട്ടി. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും ഒരു നഷ്ടമാവില്ല ജെനീറ്റയുടെ കൂടെ ഒരു കോച്ചിങ് എടുത്ത് പഠിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം ആ ഒരു ആവശ്യമുള്ളവരാണല്ലോ പോകുന്നത്, അല്ലാണ്ട് നമുക്കൊരു ട്രെയിനിങ് ആവശ്യമുണ്ട്. നമുക്ക് അത്രയ്ക്കും സെൽഫായിട്ടൊന്ന് കേട്ട ഉടനെ പോയി എഴുതാനുള്ളൊരു ബ്രില്യൻറ്റ് അല്ല എന്ന് തോന്നുന്നവരാണല്ലോ പോകുന്നത്. അപ്പം നിങ്ങൾക്കത് എപ്പോഴും സപ്പോർട്ടീവായിരിക്കും. നിങ്ങൾക്കത് അതേ ലെവലിൽ നിന്നിട്ട് നിങ്ങളുടെ ഒരു ലെവൽ എവിടെയാണോ അവിടെ നിന്ന് ജെനീറ്റ അത് മനസ്സിലാക്കി പഠിപ്പിച്ചു തരും. എനിക്കൊരു ആഫ്റ്റർ രജിസ്ട്രേഷൻ എനിക്ക് അച്ചീവ് ചെയ്യാനുള്ളതിനകത്ത് എൻ്റെ എല്ലാം വൺ ആൻഡ് ഓൺലി എന്നെനിക്ക് പറയാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് എന്നെ ഹെൽപ്പ് ചെയ്ത ഒരേ ഒരു വ്യക്തിയാണ് ജെനീറ്റ. അതിനെനിക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട് ജെനീറ്റയോട്. അതേപോലെ നിങ്ങൾക്ക് ആർക്കും ഒരിക്കലും അതൊരു നഷ്ടമാവില്ല. നിങ്ങൾക്കതുകൊണ്ട് എല്ലാവർക്കും അതൊരു ഏറ്റവും നല്ല നിങ്ങളുടെ ഒരു ഡിസിഷനായിരിക്കും നിങ്ങൾ ജനമിൽ വന്നിട്ട് ജനമൻ അക്കാഡമി ജെനീറ്റയുടെ ഒരു ട്രെയിനിങ് എടുക്കുക എന്നുള്ളത്. താങ്ക് യു സോ മച്ച് ജെനീറ്റ ആൻഡ് ജനമൻ അക്കാഡമി.